പുതിയ നിയമ പുസ്തകങ്ങളിലെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഒരു പുസ്തകമെന്ന് അറിയപ്പെടുന്ന പുസ്തകമാണ് യാക്കോബിൻ്റെ ലേഖനം. അത് എഴുതപ്പെട്ടത് ഗ്രന്ഥകർത്താവായിരിക്കുന്നത് യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് എന്ന് തന്നെയാണ് ചരിത്രരേഖകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ യാക്കോബ് പിന്നീട് രക്തസാക്ഷിയായി മാറിയ ചരിത്രമൊക്കെ നമുക്ക് കാണാനായി കഴിയും. പക്ഷേ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ യാക്കോബ് യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്നും അതിനുശേഷം പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, കൊരിന്ത്യർ 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പൗലോസ് എഴുതുന്നുണ്ട്, യേശു കർത്താവ് യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷമായി എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്. യാക്കോബിന് യേശു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് യാക്കോബ് യേശുവിൽ വിശ്വസിക്കുവാനായി ഇടയായി തീർന്നത്. പിന്നീട് സ്ട്രോങ് ഫെയ്ത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒരു അപ്പോസ്തലനായി വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ആദിമ സഭയിൽ ചെയ്തതായിട്ട് കാണാൻ കഴിയും. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു യേശു മരിച്ച് ഒരു 15 വർഷം മാക്സിമം, ഒരു AD 50 അല്ലെങ്കിൽ 55 ആ കാലഘട്ടത്തിലായിരിക്കാം ഈ ലേഖനം എഴുതുന്നത് കരുതുന്നു. ചില മാനസ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 45-നും 50-നും ഇടയ്ക്കൊന്ന് കാണപ്പെടുന്നുണ്ട്. എന്തായാലും യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് കഴിഞ്ഞുള്ള ഏറ്റവും അടുത്ത വർഷങ്ങളിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് കാണാൻ പറ്റും. ഈ ലേഖനത്തിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് നമുക്ക് ഏറ്റവും അധികമായി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കീസാണ് ഈ യാക്കോബിൻ ലേഖനം നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ യാക്കോബിൻ ലേഖനം പുതുതായി യേശുവിലേക്ക് വരുന്ന ഒരാൾക്ക് എഴുതപ്പെട്ടതല്ല. സുവിശേഷങ്ങൾ കാണുന്നതിനപ്പുറമായ വ്യത്യസ്തമായ ഒരു എഴുത്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം യേശുവിനെ വിശ്വസിച്ച വിശ്വാസികളായിരുന്നു, പ്രത്യേകിച്ച് ഒരു സഭയ്ക്ക് എഴുതുന്ന തരത്തിലുള്ള ഒരു ലേഖനമാണ് ഈ യാക്കോബിൻ ലേഖനം. അതുകൊണ്ട് തന്നെ വിശ്വാസികളായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ഒരു പുതുജന്മം പ്രാപിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ ലീഡ് ചെയ്യണം എന്നുള്ള വളരെ മനോഹരമായ പ്രാക്ടിക്കൽ സ്റ്റെപ്സാണ് ഈ 5 അധ്യായങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് യാക്കോബിൻ ലേഖനം പുതു നിയമത്തിലെ സദൃശവാക്യങ്ങളാണെന്ന് പറയും, പ്രോബ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. അതിന് കാരണം മറ്റൊന്നുമല്ല, യേശുവിൻ്റെ ഗിരിപ്രഭാഷണം മത്തായി 5 മുതൽ 7 വരെയുള്ള ഗിരിപ്രഭാഷണവും അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെയുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. മറ്റ് ഏത് ലേഖനത്തെക്കാളും അധികമായി നമ്മെ ഉപദേശിക്കുന്ന, നമ്മളെ കറക്റ്റ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ ഈ യാക്കോബിൻ ലേഖനത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായും ഇതിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, യേശു കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നതാണ് ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് 12 ജ്ഞാനത്തിൻ്റെ മുത്തുകളാണ്. ഈ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ ഹോൾ ബുക്കിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്, ഒരു സമ്മറിയാണ് ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയും. പിന്നീടുള്ള 2 മുതൽ 5 വരെയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ 12 ജ്ഞാനത്തിൻ്റെ മുത്തുകൾ എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് 12 കാര്യങ്ങൾ. മറ്റൊരു നമ്മൾ എവിടെ വായിച്ചാലും, ഏതൊരു ലേഖനം വായിച്ചാലും തുടർമാനമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ അടുത്ത കാര്യത്തിൽ സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരു കാര്യമായി തുടർച്ചയില്ല. പക്ഷേ 12 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണിന്ന് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് വളരെ വേഗത്തിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയ സെൻറ്റർ ആയിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂയിങ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ്. അതായത് ദൈവവചനത്തെ വെറുതെ കേൾക്കുക മാത്രമല്ല, ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് അതിൻ്റെ കാതൽ കാണാൻ പറ്റും. യാക്കോബിൻ ലേഖനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഇതാണ്. അതായത് വചനം കേൾക്കുക മാത്രമല്ല, അതിനെ ചെയ്യുന്നവരായിരിക്കും. നമ്മൾ വെറുതെ കേട്ട് കളയുന്നവരാകരുത്, പകരം അത് ചെയ്യുന്നവരാകണം എന്നുള്ളതാണ് ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഓക്കെ. മറ്റൊന്ന്, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫ്രൂട്ടിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു തീം. മറ്റൊന്ന്, നമ്മൾ ഈ ലോകത്തിൽ പാപഭംഗരമായ ഈ ലൈഫ് സ്റ്റൈലുള്ള ഈ ലോകത്തിൽ എങ്ങനെ ദൈവികമായ ജ്ഞാനത്തിൽ ജീവിക്കാം. ഇത് 3ഉമാണ് 12 കാര്യങ്ങളിലായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം ഈ ബുക്കിന് ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം യാക്കോബിൻ ലേഖനത്തിൽ പല കാര്യങ്ങളാണ് പഠിക്കുന്നത് നമ്മുടെ ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസാണ്. സോ അതുകൊണ്ട് ഒന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല, ഓരോന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് യാക്കോബിൻ ലേഖനം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സമ്മറിയാണ്. ഓക്കെ. അതിൽ പറയുന്നുണ്ട് യഥാർത്ഥമായുള്ള ജ്ഞാനം എന്ന് പറയുന്നത്
ദൈവം നൽകുന്നതാണ്. നമുക്കിനിപ്പോൾ ജ്ഞാനം കുറവായിരിക്കാം, കുഴപ്പമില്ല. എങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമുക്ക് ജ്ഞാനം കുറവായിരിക്കുന്നുവെങ്കിൽ ഔദാര്യമായി, ആരെയും കുറ്റം പറയാതെ, ആരെയും വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിനോട് നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. വിശ്വാസത്തോടെ ചോദിക്കണം. അവൻ നമുക്ക് ധാരാളമായി നൽകും. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറയുവാണ്, ഒരു ദൈവ പൈതൽ ഒരു ക്രിസ്തീയ ജീവിതം ഏറ്റവും മനോഹരമായി ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവൻ ആവശ്യമായ ഒന്നാണ് ദൈവികമായ ജ്ഞാനം. കാരണം ചതിക്കുഴികൾ ഒത്തിരി ഉണ്ട്, വീണു പോകാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമായി ദൈവിക ജ്ഞാനമാണ്. ഇനി അഥവാ ഒരാൾ കുറവാണെന്ന് തോന്നുന്നെങ്കിൽ മടിക്കാതെ, ഒട്ടും സംശയിക്കാതെ ദൈവത്തോട് ചോദിക്കണം. ദൈവം ധാരാളമായി നമുക്ക് ജ്ഞാനത്തെ നൽകും. അപ്പോൾ ദൈവിക ജ്ഞാനമാണ് ഒന്നാമത്തെ കാര്യം. അത് യഥാർത്ഥമായ ജ്ഞാനം, ദൈവിക ജ്ഞാനം, അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ഏത് സാഹചര്യമായിക്കോട്ടെ, ഒരിടത്തും നമ്മൾ ദൈവത്തിൻ്റെ ഗുഡ്നെസ്സിനെ സംശയിക്കരുത്. ഈ അധ്യായത്തിൽ, പ്രത്യേകിച്ച് ഈ ബുക്കിനകത്ത് മുഴുവൻ പറഞ്ഞൊരു കാര്യമാണ്, ദൈവം നല്ലവനാണ്. ബൈബിളിൻ്റെ ആകത്തുക തന്നെയാണത്. എങ്കിലും ഇതിനകത്ത് എടുത്തെടുത്ത് പറയുന്നു, അവൻ ഒരിക്കലും മാറുന്നവനല്ല. നമ്മുടെ സ്വഭാവം വെച്ചിട്ടോ നമ്മുടെ പ്രവൃത്തി വെച്ചോ മാറുന്നൊരു ദൈവമല്ല, ചാഞ്ചാടുന്ന ദൈവമല്ല, നിഴല് പോലെ മാറുന്നവനല്ല. അവന് മാറ്റമില്ല. ഏത് സാഹചര്യത്തിലും ദൈവം മാറ്റമില്ലാത്തവനാണ്. അവൻ നല്ലവനാണ്. നമുക്ക് മോശം സാഹചര്യങ്ങൾ വന്നേക്കാം, പക്ഷേ ആ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം നല്ലവനാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ദൈവം നല്ലവനായതുകൊണ്ട് തന്നെ നമ്മളൊരു മറ്റൊരു പേഴ്സ്പെക്റ്റീവിലൂടെ കാര്യങ്ങളെ കാണണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ട രീതി, ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഒരു നല്ലവനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തോട് നമ്മൾ കുറ്റം പറയാതെ, മറുതലിക്കാതെ, ദൈവത്തെ സംശയിക്കാതെ, ഈ ദൈവം ഈ സാഹചര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തോട് ചോദിക്കണം, കഥാവേ, ഇതിനകത്തൊരു വിശുദ്ധം എനിക്ക് തരണം, സ്വർഗീയമായ ജ്ഞാനം എനിക്ക് തരണം. ഈ പ്രശ്നം എനിക്ക് എന്തുകൊണ്ട് വന്നു? ഈ പ്രതികൂലം എനിക്ക് എന്തുകൊണ്ട് വന്നു? ഇതിനകത്ത് ഞാൻ എന്താ പഠിക്കേണ്ടത്? എങ്ങനെയാണ് ഇത് ഫേസ് ചെയ്യേണ്ടത്? ദൈവത്തോട് ചോദിക്കണം. ദൈവം നമുക്ക് ധാരാളമായി നൽകും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഡയറക്റ്റായിട്ട് 2-ാം അധ്യായം മുതൽ 5 വരെയുള്ള 12 ജ്ഞാനത്തിൻ്റെതായുള്ള ഉപദേശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അല്ല, ഒന്നാമത്തെ കാര്യം, മുഖപക്ഷം കാണിക്കരുത്, പകരം സ്നേഹത്തിലായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, മുഖപക്ഷം കാണിക്കരുത്. അതിൽ യാക്കോബ് വളരെ വ്യക്തമായിട്ട് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണ്. നിങ്ങളുടെ സഭയിൽ ഒരു വ്യക്തി ഭയങ്കര മോടിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ധനവാനായിട്ട് സ്വയം നമുക്ക് മനസ്സിലാകാൻ തരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പ്രിവിലേജും, സാധാരണയായി പാവപ്പെട്ടവനായി ഒരു ദരിദ്രനായി വരുന്നൊരു വ്യക്തിക്ക് നമ്മളൊരു പ്രിവിലേജും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ നഗ്നമായ ലംഘനമാണ്, അല്ലെങ്കിൽ അതൊരു പാപമാണ് എന്ന് യാക്കോബ് പറയുന്നു. അതുപോലെ നാം നമ്മെപ്പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന ആ ദൈവീ കൽപ്പനയ്ക്കെതിരാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് യാക്കോബ് അവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മുഖപക്ഷം കാണിക്കരുത്, പകരം എല്ലാവരും ഒരുപോലെ സ്നേഹത്തിൽ ഒരുപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു യഥാർത്ഥമായ ജെന്യുവനായിട്ടുള്ള ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ക്വാളിറ്റീസ് എന്താണ് എന്നുള്ളതാണ്. ജെന്യുവനായിട്ടുള്ള ഒരു ഫെയ്ത്ത്, അല്ലെങ്കിൽ ഒറിജിനലായിട്ട് നല്ലൊരു വിശ്വാസം, നല്ല വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് 2 കാര്യങ്ങളവിടെ പറയുന്നുണ്ട്. ഒന്ന് അബ്രഹാമിനെ സൂചിപ്പിക്കുന്നുണ്ട്, മറ്റൊന്ന് രഹാബ് എന്ന് പറയുന്ന സഹോദരിയും അവിടെ പരാമർശിക്കുന്നുണ്ട്. യാക്കോബ് പറയുകയാണ്, ഒരാൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഇത് കാണുന്നില്ലെങ്കിൽ അത് വിശ്വാസമേ അല്ല എന്നാണ് യാക്കോബിൻ്റെ സ്റ്റാൻഡ്. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്കകത്ത് അത് കാണണം. പ്രവൃത്തി കൊണ്ടുവരാത്ത വിശ്വാസം അത് വിശ്വാസമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നാം, യാക്കോബ് പറയുന്ന ഈ കാര്യങ്ങൾ പൗലൂസ് പറയുന്ന കാര്യങ്ങളെ തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ, എതിരായി വരുന്നുണ്ടോ എന്ന് സംശയം തോന്നാം. കാരണം പൗലൂസ് എപ്പോഴും പറയുന്നതാണ്, പ്രവൃത്തിയാലല്ല, എല്ലാം കൃപയാലാണ്. കൃപയാലാണ് എങ്കിൽ പ്രവൃത്തിയാലല്ല എന്ന് പലപ്പോഴും എടുത്തെടുത്ത് പറയാറുണ്ട്. അപ്പോൾ പലർക്കും സംശയം തോന്നും, ഇവിടെയും പ്രവൃത്തി പറയുന്നുണ്ട്, അവിടെയും പറയുന്നുണ്ട്. ഇവിടെ യാക്കോബ് പറയാണ് പ്രവർത്തിക്കണം, പ്രവൃത്തിയില്ലെങ്കിൽ പിന്നെ വിശ്വാസം വേസ്റ്റ് ആണെന്ന് പറയുന്നത്. കാരണം അവിടെ പറയുന്നുണ്ട്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, എന്നിട്ടോ ദൈവത്തെ അനുസരിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അബ്രഹാമിൻ്റെ പ്രവൃത്തിയിൽ ഇത് കണ്ടു. തൻ്റെ മകനെ യാഗം കഴിക്കാൻ തയ്യാറായി. വിശ്വാസം ഉള്ളതിനെ പ്രവൃത്തിയിലൂടെ ഡിസ്പ്ലേ ചെയ്യിച്ചു. അതായത് നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ എനിക്ക് കുറേ കാലം ഉണ്ടായ സംശയമായിരുന്നു, ഈ യാക്കോബിൻ ലേഖനത്തിൽ പറയുന്ന പ്രവൃത്തിയും പൗലൂസ് പറയുന്ന കാര്യങ്ങളിലുള്ള പ്രവൃത്തി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അതായത് പൗലൂസ് എപ്പോഴും പറയും
പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. വിശ്വാസത്താലാണെങ്കിൽ പ്രവൃത്തിയാലല്ല. എങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവിടെ യാക്കോബ് പറയും, വിശ്വാസം ഉണ്ടെങ്കിൽ പ്രവൃത്തി ഉണ്ടായിരിക്കണം, വിശ്വാസമുള്ളവർക്ക് പ്രവൃത്തി വന്നിരിക്കണം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വേസ്റ്റാണ് എന്നൊക്കെ യാക്കോബ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോൺട്രാഡിക്റ്ററി ആയിട്ട് തോന്നും. പക്ഷേ ഇതൊരു കോൺട്രാഡിക്റ്ററി അല്ല. അതിൻ്റെ കാരണം രണ്ടുപേരും സംസാരിക്കുന്നത് രണ്ട് ഓഡിയൻസിനോടാണ്. അതായത് പൗലോസ് സംസാരിക്കുന്നത് യഹൂദ മതത്തിൽ നിന്ന് കൺവേർട്ടായി വന്നിരിക്കുന്ന വിശ്വാസികൾ, അത് പ്രത്യേകിച്ച് അന്ന് ജാതികളായ വ്യക്തികൾ യേശുവിനെ സ്വീകരിച്ച് വരുമ്പോൾ അവരോട് പറയുകയാണ്, യഹൂദ മത നേതാക്കന്മാർ അല്ലെങ്കിൽ യഹൂദ മതത്തിൽ നിന്ന് കൺവേർട്ടായ വിശ്വാസികൾ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ യഹൂദ മര്യാദകൾ കൂടെ അനുസരിക്കണം, അതും കൂടി ഇതിൻ്റെ കൂടെ വേണം എന്ന് പറയുമ്പോഴാണ് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗലോസ് പറയുകയാണ്, അങ്ങനെയല്ല, വിശ്വാസത്താൽ മാത്രമാണ്, നിങ്ങളുടെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള മത അനുഷ്ഠാനങ്ങൾ കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്, യേശുവുള്ള വിശ്വാസത്താലാണ് എന്നാണ്. എന്നാൽ ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു എന്താ പറയുക, ഒരു കൂട്ടം ആളുകളോടാണ്. അതായത് അതിന് ഉപയോഗിച്ച വാക്ക് ആൻറ്റി നൊമിയാനിസം എന്നാണ്. ആൻറ്റി നൊമിയാനിസം എന്ന് വെച്ചാൽ വാക്ക് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നോ ലോ അറ്റാൾ എന്നാണ്. അതായത് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇനി നിയമമേ ഇല്ല. നമുക്കറിയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ്റെ ഹൃദയത്തിനകത്താണ് ദൈവിക നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇനി ആരും അവനെ പുറമെ ഉപദേശിക്കേണ്ടതില്ല, അവൻ്റെ അകത്ത് ദൈവിക നിയമങ്ങൾ വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ദ ലോ ഗീവർ, അല്ലെങ്കിൽ നിയമം നൽകിയവൻ തന്നെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നിയമത്തിൻ്റെ ആവശ്യമില്ല. ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഉപദേഷ്ടാവ് നമ്മുടെ അകത്ത് വന്നിരിക്കുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒരു ബുക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിയമമേ വേണ്ട, ഇനി എങ്ങനെയും ജീവിക്കാം, രക്ഷിക്കപ്പെട്ട കർത്താവിനെ സ്വീകരിച്ച് എങ്ങനെയാകാം, എന്തുമാകാം എന്ന് പറയുന്ന കൂട്ടരോടാണ് ഇവിടെ യാക്കോബ് പറയുന്നത്, നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും നീ യേശുവിനെ സ്വീകരിച്ചവനാണെന്ന് പറയുകയും നിന്റെ പ്രവൃത്തിയിൽ ഇത് കാണുന്നില്ല എങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമാണ്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ പ്രവൃത്തിയും കൂടെ ഉണ്ടാകും. എന്താ പറയുക, ഒരു ഫാർമർ ഒരു വിത്ത് വിതച്ചാൽ അവിടെ ഒരു ഫലം ഉണ്ടായിരിക്കും, അവിടെ എന്താ പറയുക, ഒരു കൊയ്ത്തുണ്ടാകും എന്ന് പറയുന്ന പോലെ നിന്റെ ലൈഫിനകത്ത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തിയും അതിനുണ്ടാകും. ക്രിസ്തുവിൽ നീ പുതിയ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, തീർച്ചയായും നിൻ്റെ ലൈഫിലൊരു മാറ്റമുണ്ടാകും, നിൻ്റെ ലൈഫിൽ അത് പ്രകടമാകുമെന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. യാക്കോബ് തന്നെ പറയുന്നുണ്ട്, എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ യാക്കോബ് മനോഹരമായി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഭൂതങ്ങളും അത് വിശ്വസിക്കുന്നുണ്ട്, ഭൂതങ്ങളും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് പേടിച്ച് വിറയ്ക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമല്ല. നീ യഥാർത്ഥമായി ക്രിസ്തുവിൽ നീ ആരാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ, ആ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, യേശു കർത്താവ് നിൻ്റെ രക്ഷകനായി നീ സ്വീകരിച്ചിരിക്കുമ്പോൾ നിൻ്റെ ലൈഫിനകത്ത് നിൻ്റെ വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയിലും അത് ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ യാക്കോബ് എടുത്തു പറയാൻ കാരണം യാക്കോബിൻ എഴുതിയ ലേഖനമായതുകൊണ്ട് മാത്രമല്ല ആ ബുക്ക് മാത്രം പഠിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ യാക്കോബ് എന്ന് മെൻഷൻ ചെയ്യാനുള്ള റീസൺ പറയാൻ കാരണം ആ പുസ്തകത്തെ മാത്രം ഓറിയൻ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടാണ്. കാരണം ഇതേ കാര്യങ്ങൾ പലതരത്തിലാണ് നമ്മൾ പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ പഠിക്കുന്നത്. അപ്പോൾ പൗലൂസ് പറഞ്ഞ കാര്യം ഇത് തമ്മിൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. പൗലൂസ് പറഞ്ഞതാണ് യഹൂദ മര്യാദകൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതില്ല, പക്ഷേ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന പുതിയ നാച്ചർ, പുതിയൊരു സ്വഭാവം, ക്രിസ്തുവുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കാണണം, അത് നമ്മുടെ ലൈഫിൽ പുറത്തു വരണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മൾ ക്രിസ്തു രൂപപ്പെട്ടു വരണം, ക്രിസ്തുവ തലയോളം വളരണം, നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകണം. കാരണം ആത്മാവിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ നമ്മുടെ ലൈഫിൽ വെളിപ്പെട്ട് വരണം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം മുഖപക്ഷം ഉണ്ടാകരുത്, സ്നേഹത്തിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ജെനുവിൻ ഫെയ്ത്ത് എന്ന് വെച്ചാൽ അബ്രഹാമിനെ പോലെയും, അതുപോലെ തന്നെ ആ സഹോദരി പറഞ്ഞ പോലെ അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അറിയാവോ? അവരുടെ ലൈഫിൽ അവരുടെ വീടിനകത്തേക്ക് വന്ന ദൂതന്മാരെ സംരക്ഷിച്ചതിലൂടെ അവരുടെ വിശ്വാസം വെളിപ്പെടുത്തി. അതുകൊണ്ട് നമ്മുടെ ലൈഫിനകത്ത് ഹാർഡ് ടൈംസ് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം അവിടെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യണം? പരിശുദ്ധാത്മാവോട് ചോദിക്കണം, കർത്താവേ ഇതിൻ്റെ മധ്യ ഞാൻ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? ദൈവിക ജ്ഞാനം നമുക്ക് വേണം. ആ ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ ഓവർകം ചെയ്യുമ്പോൾ അതിനകത്തുള്ളൊരു ജോയ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വളർച്ചയുടെ അതൊരു പടിയായിരിക്കും, ഒരു സ്റ്റെപ്പായിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വളരെ മനോഹരമായ, ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള, നമ്മുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായി എടുക്കേണ്ട ഒരു ഭാഗമാണ് നാവിനെ സൂക്ഷിക്കുക. യാക്കോബ് ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നാവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ. വളരെ സ്പെസിഫിക് ആയിട്ട് ഈ നാവിനെ കുറിച്ച് അവിടെ പല തരത്തിൽ ഉപമിച്ചിട്ടുണ്ട്.
നാവെന്ന് പറയുന്നത് ഒരു തീയാണെന്ന് എഴുതിയിട്ടുണ്ട്. നാവെന്ന് പറയുന്നത് ഒരു കപ്പലിൻ്റെ ചുക്കാൻ പോലെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കുതിരയ്ക്ക് ഇടുന്ന കടിഞ്ഞാൺ പോലെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഈ നാവിന് അത്രയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ലൈഫിനെ നാളെ എങ്ങനെയാകും, എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നാവായിരിക്കും. സോ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന് ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും അടക്കി വാഴുവാൻ കഴിയുന്നുണ്ട്, പക്ഷേ സ്വന്തം നാവിനെ അടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഈ നാവിനെ മെരിക്കുവാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തൻ്റെ ലൈഫിനെ മുഴുവൻ മെരിക്കുവാൻ കഴിഞ്ഞു എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നാവിൽ നിന്നുള്ള വാക്കുകൾ അവിടെ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരേ നാവിൽ നിന്ന് ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയും അതേ നാവ് കൊണ്ട് മറ്റുള്ളവർ നമ്മൾ മോശം കാര്യങ്ങൾ പറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ മനോഹരമായ യാക്കോബ് പറയാം. പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്ന കാര്യം ഇതാണ്. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുകയാണ്, ഈ നാവിനെ മെരുക്കുവാനായി കഥാവിനോട് നമ്മൾ വിശുദ്ധം ചോദിക്കണം. സ്വർഗീയമായ ജ്ഞാനം നൽകണ കഥാവ് നമ്മുടെ നാവിനെ നിയന്ത്രിപ്പാൻ, ഈ നാവിനെ മെരുക്കുവാൻ ഒരു സ്വർഗീയമായ ജ്ഞാനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവോട് നമ്മൾ ആവശ്യപ്പെടണം, നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഈ നാവ് മെരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ നാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുക. ബി കെയർഫുൾ വിത്ത് ദ ടങ്. നമ്മുടെ നാവിനെ വളരെയധികം സൂക്ഷിക്കുക. പറയുന്ന വാക്കുകളെ വളരെ ശ്രദ്ധയോടെ നമ്മൾ സംസാരിക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇമേജിൽ, ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. സോ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള ജ്ഞാനവും ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനവുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ വലുതാണ്. പലപ്പോഴും നമ്മൾ സ്വർഗീയമായ ജ്ഞാനമെന്ന് കരുതുന്ന പലതും ഈ ഭൗമികമായ ജ്ഞാനം വരെയാണ്. കാരണം ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ചെറിയൊരു നാരോ ഡിഫറൻസ് ആണ് അതിനകത്തുള്ളത്. സോ മുകളിൽ നിന്നുള്ള ജ്ഞാനത്തെ എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ അവിടെ സ്പെസിഫിക് എങ്ങനെയാണ്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അത് നിർമ്മലമായതാണ്. അതിനകത്ത് അസൂയയില്ല, അതിനകത്ത് മറ്റുള്ളവരുടെ കോമ്പറ്റീഷനില്ല, നിർമ്മലമായതാണ്. പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും, പിന്നെയോ കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകുന്നു. നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗം വായിക്കുക. യാക്കോബ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കാപട്യം ഇല്ലാത്തതും ആകുന്നു. എങ്ങനെയാണ് സ്വർഗീയമായ ജ്ഞാനത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? സ്വർഗീയമായ ജ്ഞാനം എപ്പോഴും സമാധാനം അന്വേഷിക്കുന്നതായിരിക്കും. ഏത് വിഷയം വന്നാലും, എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും അതിനകത്ത് എങ്ങനെ സമാധാനം കണ്ടെത്താമെന്നുള്ളതാണ് സ്വർഗീയമായ ജ്ഞാനം. സോ അതുകൊണ്ട് അവിടെ കലക്കം എങ്ങനെ ഉണ്ടാക്കാമെന്നല്ല, എങ്ങനെ പ്രശ്നത്തെ വലുതാക്കാമെന്നല്ല, സ്വർഗീയമായ സമാധാനത്തെ എങ്ങനെ സ്ഥാപിക്കാമെന്ന് ചിന്തിക്കുന്നതായിരിക്കും ഉയരത്തു നിന്നുള്ള ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവിക ജ്ഞാനത്തെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും. ദൈവിക ജ്ഞാനം എപ്പോഴും സമാധാനത്തെ വിതയ്ക്കുന്നതായിരിക്കും. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ ജ്ഞാനത്തെ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചതുപോലെ തന്നെ ദൈവത്തോട് നമ്മൾ ചോദിക്കും. ഒരുവന് ജ്ഞാനം കുറവാകുന്നു തോന്നുന്നുവെങ്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അർത്ഥം പലപ്പോഴും നമുക്കൊരു തോന്നലുണ്ട്, നമുക്കെല്ലാം അറിയാം, നമുക്കെല്ലാം ജ്ഞാനം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ ചില ഹാർഡ്ഷിപ്സ് വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ മനസ്സിലാകും നമുക്കൊന്നും അറിയത്തില്ല. ചില ഉന്നതരായ വ്യക്തികൾ, അറിവുള്ള വ്യക്തികൾ, ഒത്തിരി തത്വചിന്തകന്മാരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞ സെൻറ്റൻസുകൾ ഇങ്ങനെയാണ്: ഞാൻ ഒരു പരിധിവരെ ഒരു യൗവനക്കാരനായപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കുറച്ചൊക്കെ അറിയാവൂ, എന്നാൽ വാർദ്ധക്യമായി മനസ്സിലായി എനിക്ക് ഒന്നും അറിയത്തില്ല. എന്ന് വെച്ചാൽ പഠിക്കും തോറും, അറിവ് കൂടുന്തോറും, ദൈവത്തോട് നമ്മൾ ഒത്തിരി അടുക്കും തോറും നമുക്ക് മനസ്സിലാകും നമുക്കൊന്നും അറിയത്തില്ല എന്ന്. കാരണം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തിയാണ് നമുക്ക് എല്ലാം അറിയാമെന്ന് തോന്നുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നമ്മൾ അറിയും തോറും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവും. അത്രമാത്രം അഗോചരമായ ജ്ഞാനമാണ് ദൈവിക ജ്ഞാനം. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് നമുക്ക് ജ്ഞാനം കുറവാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. എനിക്ക് ജ്ഞാനം ആവശ്യമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ട ജ്ഞാനം എനിക്ക് ഇല്ല എന്നുള്ള ഒരു ബോധ്യമുണ്ടായാൽ ധൈര്യത്തോടെ ദൈവത്തോട് ചോദിക്കണം. ദൈവം നമ്മളെ കുറ്റപ്പെടുത്തില്ല. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ആ പിതാവ് ധാരാളമായി ജ്ഞാനത്തെ നൽകും. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എപ്പോഴും സ്വർഗീയമായ സമാധാനത്തെ അന്വേഷിക്കുന്നതായിരിക്കും. മാത്രമല്ല അത് കരുണ നിറഞ്ഞതും
പക്ഷപാതമില്ലാത്തതും കാപട്യമില്ലാത്തതും ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിവൈഡഡ് ഹാർട്ട് എന്നുള്ളതാണ്. ഡിവൈഡഡ് ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും ഉറച്ചു നിൽക്കാത്ത മനസ്സ്, ഇരുമനസ്സുള്ളവരെന്ന് പറയും. ഇത് ഒരിക്കലും നമുക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയെ കൊണ്ടുവരത്തില്ല. കാരണം പലപ്പോഴും നമുക്ക് പല ലേഖനങ്ങൾ വായിക്കും മനസ്സിലാകും, ദൈവത്തോടൊരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് നമുക്ക് വിശ്വാസത്തോട് ചോദിക്കണം, ഉറപ്പോടുകൂടെ ചോദിക്കണം. അതുമാത്രമല്ല, അത് കേൾക്കുന്ന ഒരു പിതാവ് നമുക്കുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അത് കിട്ടുമെന്നുള്ള ഉറപ്പോടെ ചോദിക്കും. പലതരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറയുകയാണ്, നമ്മുടെ മനസ്സിനകത്ത് വേണ്ടാത്ത ചിന്തകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കാതെ നമ്മുടെ അകത്ത് ക്ലീൻ ഹാർട്ടോടുകൂടി ദൈവത്തോട് ചോദിച്ചാൽ അത് ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ അവൻ നൽകുമെന്നുള്ള നമ്മുടെ ദൈവം നല്ലവനെന്നുള്ള ബോധ്യത്തോടു കൂടെ നമ്മൾ ചോദിക്കുക. അങ്ങനെ ഒരു ഹാർട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഡിവൈഡർ ആവാതെ, അവിടെ മറ്റൊന്നിനും സ്ഥാനം കൊടുക്കാതെ ദൈവത്തിന് സ്ഥാനം കൊടുത്ത് ആ ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന് മുന്നിലായിരിക്കുക. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഹൃദയത്തിൽ സംശയിക്കരുത്, കിട്ടുമോ എന്നൊരു ചോദ്യമില്ല. കാരണം നമ്മൾ ചോദിക്കുന്ന ദൈവം അത് നൽകുവാൻ തയ്യാറാണ്, നൽകാൻ കപ്പാസിറ്റി ഉള്ള ദൈവമാണ്. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറയുന്നത് 6-ാമത്തത്, ബി കെയർഫുൾ ഇൻ കണ്ടംനിങ് അതേഴ്സ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ, മറ്റുള്ളവരെ ഒരുപാട് നമ്മൾ ഈ കുറ്റപ്പെട്ട് സംസാരിക്കുന്നതിൽ, മറ്റുള്ളവരെ ദോഷം പറയുന്നതിൽ വളരെ ശ്രദ്ധിക്കുക. അതിന് കാരണമായിട്ട് ഇവിടെ ലേഖകൻ പറയുന്നത്, പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയാൻ എളുപ്പമാണ്, മറ്റുള്ളവരെ തെറ്റ് കണ്ടുപിടിച്ച് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമുക്ക് നമ്മെ തന്നെ നമ്മൾ വിധിക്കണം, നമ്മളെ തന്നെ ചിന്തിക്കണം എന്നുള്ള രീതിയിരിക്കുകയാണ്. മാത്രമല്ല, വിധിക്കുന്നവൻ ഒരുവനാണ്, നമ്മുടെ ദൈവമാണ്. കാരണം നമ്മളെ ഹൃദയങ്ങൾ അറിയുന്നത് ദൈവം മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും കഴിയുന്നതും വിധിക്കരുത് എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിധിക്കാൻ വളരെ വ്യഗ്രതയുള്ളവരാണ്. നമുക്ക് പെട്ടെന്ന് അതിലത് റിയാക്ട് ചെയ്ത് അതിനോട് ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഞാൻ ചാടി കയറി നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും. പക്ഷേ ഈ ലേഖനം നമ്മൾ പഠിപ്പിക്കുകയാണ്, ഈ വചനം പറയുകയാണ്, നമ്മൾ വിധിക്കുന്നതിൽ താമസം ഉണ്ടായിരിക്കണം. വിധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം മറ്റുള്ളവരെ വിധിക്കുന്നതിന് നമുക്ക് വലിയ റോളില്ല. നമ്മൾ മറ്റുള്ളവരെ തെറ്റുകൾ കണ്ട് അതിലേക്ക് ചാടി വീണ് അവരെ കുറ്റം പറയുന്ന കാര്യം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം എത്ര കാര്യമായി? 6 അല്ലേ? 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനിത് പോയിന്റ് പറയാൻ കാരണം ഇങ്ങനെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാനും നിങ്ങൾക്ക് ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സമ്പത്തിലുള്ള അഹങ്കാരം അല്ലെങ്കിൽ അറഗൻസ് എന്ന് പറയും. എനിക്കിപ്പോൾ സമ്പത്തുണ്ടെങ്കിൽ നമുക്കുണ്ട്, നോർമലി എല്ലാവർക്കും ഉണ്ടെന്നല്ല, സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം അറഗൻസ് ഉണ്ട്. കാരണം എന്തും എനിക്ക് നേടാൻ കഴിയും, എന്തും എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ. ക്രിസ്തുവിലുള്ള ഒരു ജീവിതത്തിനകത്ത് നമ്മുടെ എല്ലാ മേഖലയ്ക്കകത്തും ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. കാരണം നമുക്ക് പണത്തിലായാലും നമ്മുടെ ആരോഗ്യത്തിലായാലും ഒരു പരിധിക്കപ്പം നമ്മുടെ ആശ്രയം പോകരുത്. നമ്മുടെ ആശ്രയം കർത്താവ് തന്നെ ആയിരിക്കണം. നമ്മുടെ സോഴ്സ് കർത്താവ് തന്നെ ആയിരിക്കണം. നമുക്ക് ഈ ലോകത്തിൽ ഒരു അഹങ്കാരത്തിന്, സിൻ ഓഫ് പ്രൈഡ് എന്ന് പറയും, നമുക്ക് എന്തും നേടാൻ പറ്റും, എന്തും എനിക്ക് കഴിയുമെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഡിപ്പെൻഡൻസ് എന്താകാൻ പാടില്ല, നമ്മുടെ സ്വത്താകാൻ പാടില്ല, നമ്മുടെ സമ്പാദ്യമാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു അറഗൻസ് ആണ്. പിന്നെ എന്തും നമുക്ക് നമ്മുടെ കഴിവിൽ നേടാൻ പറ്റുമെന്നൊരു തോന്നലാണ്. അതിനെ മാക്സിമം നല്ല കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അവിടെ മനോഹരമായി യാക്കോബ് പറയുന്ന കാര്യമുണ്ട്, നാളെ ഞാൻ അത് ചെയ്യും, മറ്റന്ന് ഞാൻ ഇത് ചെയ്യും എന്ന് പറയരുത്. എനിക്കിത് ഓർമ്മയുണ്ട്, നമ്മുടെ പിതാക്കന്മാർ ശുശ്രൂഷകന്മാരൊക്കെ സ്ഥിരം പറയുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ കൃപയാൽ ആണെങ്കിൽ, ദൈവം അനുഗ്രഹിച്ചാൽ, ദൈവം സഹായിച്ചാൽ ഞാനിങ്ങനെ ചെയ്യും. അല്ലേ? നമ്മൾ സാധാരണ കേൾക്കുന്ന മിക്കവാറും വിവാഹത്തിനൊക്കെയാണ്, അല്ലേ? ബൈ ഗോഡ്സ് വില്ലിങ്, ദൈവം അനുവദിച്ചാൽ, ദൈവം സഹായിച്ചാൽ ഞാനത് ചെയ്യും, ദൈവം സഹായിച്ചാൽ. സത്യത്തിൽ ഇവിടെ യാക്കോബ് അതിൽ വളരെ വ്യക്തമായി പറയുകയാണ്, ഞാനത് ചെയ്യും, ഞാനിങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വീമ്പിളക്കുന്നതിൽ കാര്യമില്ല. കാരണം നമുക്ക് നാളെ എന്തെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം എന്നെ അനുവദിച്ചാൽ, ദൈവം എന്നെ സഹായിച്ചാൽ, അവിടെ എന്താണ്? ഒരു ഡിപ്പെൻഡൻസ് ആണ്. കാരണം ഞാൻ ചെയ്യുമെന്നല്ല, ദൈവം സഹായിച്ചാൽ ഞാനത് ചെയ്യും എന്ന് തന്നെ ആയിരിക്കട്ടെ എന്നാണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്താലും നിവൃത്തിയാക്കുന്നത് ദൈവം അത്രയും. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻസ്, നമ്മുടെ ചിലരുണ്ട്, നാളെ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, അതിനുള്ള സമ്പത്തും എൻ്റെ ഉണ്ട്, അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസ് പോയി. നമുക്ക് സമ്പത്തുണ്ട്, ആ കാര്യം ചെയ്യാൻ കഴിയും. സോ നമ്മുടെ ആശ്രയം എവിടെയാണ്? സമ്പത്തിലാണ്. പക്ഷെ നമുക്ക് പറയാം, സമ്പത്തുണ്ടെങ്കിലും അത് വലിയ സമയം വേണ്ട പറന്നു പോകാൻ. അതുകൊണ്ട് നമ്മുടെ ആശ്രയം
കർത്താവിൽ തന്നെ ആയിരിക്കുക. ആ അറഗൻ്റ് വാക്കിന് എനിക്ക് കൃത്യമായ മലയാളം വാക്ക് കിട്ടുന്നില്ല. ഒരു പരുഷമായൊരു സ്വഭാവം, സമ്പത്ത് എനിക്കുണ്ടെങ്കിൽ എന്തുമാകാമെന്നുള്ള ഭാവം, അത് മാറ്റുക. അടുത്തത് 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് സമ്പത്തിലുള്ള അപകടം എന്നുള്ളതാണ്. ഡേഞ്ചർ ഓഫ് വെൽത്ത്. ഇത് രണ്ടും ക്ലബ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിലും ഞാൻ സെപ്പറേറ്റഡ് പറയുന്നത്, ചിലരുണ്ട് ഈ സമ്പത്തൊക്കെ ഉള്ളപ്പോൾ എന്നും ഈ സമ്പത്ത് നമ്മുടെ കൂടെ കാണുമെന്ന് തോന്നലുണ്ട്. എല്ലാ കാലത്തും ഈ സമ്പത്ത് എൻ്റെ കൂടെ കാണും. സത്യം എനിക്ക് തോന്നുന്നത് ഇതൊരു സീസണാണ്. സമ്പത്ത് എന്ന് പറയുന്നൊരു സീസണാണ്. എന്നോട് ദൈവം പഠിപ്പിച്ച കാര്യം, സമ്പത്തും ആയാലും ശരി, അനുഗ്രഹങ്ങളായാലും ഒരു സീസണാണ്. ഈ സീസണിൽ ഈ സമ്പത്തും അനുഗ്രഹമൊക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ അതിനെങ്ങനെ സ്റ്റുവാർഡ് ചെയ്യുന്നതാണ്, നമ്മളെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ യേശു പറഞ്ഞ ഉപമയിലുണ്ട്. യേശു പറയും, ഞാൻ താലന്തുകളെ കൊടുത്തു, ഒരു 1 ടൈം കൊടുത്തു താലന്ത്, പിന്നെ എന്ത് ചെയ്യുന്നു, അതിനെ വിനിമയം ചെയ്തു. ഓക്കെ, നമുക്ക് ചില സീസണിൽ നമ്മുടെ കയ്യിലേക്ക് ഒത്തിരി പൈസ വരും, ഒത്തിരി അനുഗ്രഹങ്ങൾ വരും, ഒത്തിരി നന്മകൾ വരും. അതെല്ലാം അപ്പോഴും വാരി കളയാനുള്ളതല്ല, അല്ല എങ്ങനെയെങ്കിലും ദൂർത്തരിക്കാനുള്ളതല്ല. അതിനെ നമ്മൾ എങ്ങനെ സ്റ്റുവാർഡ് ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു അപകടവും കൂടെയാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്. പക്ഷെ സമ്പത്ത് തെറ്റല്ല, മോശമല്ല. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി കൊടുക്കും. ഈ ലോകത്തോടും ദൈവത്തോടും കൂടി വെളിപ്പെടുത്തും, നമ്മുടെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന സമ്പത്ത്. സോ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറും കൂടെയാണ്. സമ്പത്തിലുള്ള ഒരു അപകടമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും ഇത് വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ പിന്നെ അത് വരത്തില്ല. അത് വചനം പറയുന്നതാണ്, കഴുകൻ ആകാശത്തേക്ക് ചിറകെടുത്ത് പറക്കുന്ന പോലെ അത് പറന്നങ്ങ് പോകും. ഒറ്റ സമയം അത് പെട്ടെന്ന് ഇതങ്ങ് പോകും. അതുകൊണ്ട് എന്നും ഇതെൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. എന്നും ഉണ്ടാകുന്ന ഒരേ ഒരാളെ ഉള്ളൂ, കർത്താവ് മാത്രമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ട്രഷർ ഇല്ല, സ്വർഗത്തിൽ മാത്രമേ എന്നേക്കുമുള്ളൊരു ട്രഷർ, സമ്പാദ്യം ഉള്ളൂ. ഓക്കെ, സോ ഹാവിങ് വെൽത്ത്, നമുക്ക് ഒത്തിരി സ്വത്തുണ്ടാകുന്നത് തെറ്റല്ല, അത് പാപമല്ല. പക്ഷെ ആ സ്വത്ത് നമ്മുടെ ഹൃദയത്തെ മാറ്റരുതെന്ന് മാത്രമേ ഉള്ളൂ. ഹൃദയത്തെ എപ്പോഴും നമ്മൾ കർത്താവിൽ സൂക്ഷിക്കുക എന്നുള്ള. അബ്രഹാമും ദാവീദും സലോമോനും ഒക്കെ വളരെ ധനവാന്മാരായിരുന്നു, പക്ഷെ അവരും കർത്താവിലേക്ക് അവരുടെ ഹൃദയത്തെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർത്തു വയ്ക്കുക. മറ്റൊരു കാര്യം, 9ാമത്തെ കാര്യം, ഇപ്പം 8 കാര്യമായില്ലേ, അടുത്തൊരു 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമയോടുകൂടെ പ്രത്യാശയോടുകൂടെയുള്ള ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്. ലിവ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഹോപ്പ്. ഇവിടെ യാക്കോബ് പറയുകയാണ്, നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോഴും, നമുക്ക് ഒത്തിരി ട്രിബുലേഷൻസ്, ഒത്തിരി ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോഴും, മറ്റുള്ളവർ നമ്മളെ എന്താ പറയുക, സുവിശേഷ നിമിത്തം നമ്മളെ മറ്റുള്ളവർ ഞെരുക്കുമ്പോഴൊക്കെ നമുക്കെന്തുണ്ടാവണം, ഒരു പ്രത്യാശ ഉണ്ടാവണം, ഒരു ക്ഷമയോടുകൂടെ പെർസിവറൻസോടുകൂടി മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. കാരണം ദൈവത്തിൻ്റെ ജനം എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങളെ കൊടുക്കണം. മറ്റുള്ളവർ നമ്മളോട് നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ അവരോട് പോയി എതിർക്കാനോ അവരെ ഉപദ്രവിക്കാനോ അവർക്കെതിരെ മോശം ചെയ്യാനോ പോകാതെ ന്യായമായി സകലതും വിധിക്കുന്ന കർത്താവിനെ ഏൽപ്പിച്ച് അവനിൽ വിശ്വസിച്ച് അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം എന്നുള്ളതാണ് യാക്കോബ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോധ്യമുണ്ടാകേണ്ടത്, നമുക്ക് വേണ്ടി നിൽക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കഷ്ടതകളിലും അവൻ എൻ്റെ കൂടെ ഇരിക്കുന്ന, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഒന്നിന് പകരം രണ്ടെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നതിന് പകരം അവനിൽ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്കറിയാം, ആദിമ സഭയിൽ ഇത് എഴുതുന്ന കാലഘട്ടത്ത് ഒത്തിരി പേര് മാർട്ടീഴ്സ് ആകുന്ന സമയമാണ്, ഒത്തിരി പേര് രക്തസാക്ഷികളാകുന്ന, ഒത്തിരി പേര് ഉപദ്രവിക്കപ്പെടുന്ന കാലഘട്ടമാണ്. അന്ന് അവരോട് പറയുകയാണ്, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്കെതിരെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകണമെന്നല്ല, പകരം അതിനെല്ലാം പ്രതിഫലം നൽകുന്നൊരു ദൈവം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ആ ഉറപ്പിൽ മുന്നോട്ട് ജീവിക്കണമെന്നാണ് യാക്കോബ് എഴുതിയിരിക്കുന്നത്. 9 കാര്യങ്ങളായി. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരേണ്ട വാക്കുകൾ സത്യത്തിൻ്റെതായിരിക്കണം. അതായത് ചിലർ പറയും, തമാശക്കാണെങ്കിൽ പറയും, അമ്മ സത്യം, അച്ഛൻ സത്യം, സ്വർഗം സത്യം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കേൾക്കാറില്ലെന്ന് തോന്നുന്നു. നമ്മുടെ എൻ്റെ കുഞ്ഞു കാലഘട്ടത്തിലൊക്കെ സ്ഥിരം സ്കൂളിൽ പോകുമ്പം പിള്ളേരിത് പറയുമായിരുന്നു, അമ്മയാണ് സത്യം. നിങ്ങൾ കേട്ടോണ്ടെന്ന് കരുത്തില്ല. സാധാരണ എല്ലാവരും ഇങ്ങനെ ആണയിട്ട് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് പറയുക, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി. എന്നാൽ ഇവിടെ യാക്കോബ് പറയുകയാണ്, നിങ്ങളൊരു കാര്യം സത്യമാണ് പറയുന്നെങ്കിൽ പിന്നെ അതിന് വേറെ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ വാക്ക് ഊവ് എന്നും അല്ല എങ്കിൽ അല്ല എന്നും ആയിരിക്കട്ടെ, അതിനപ്പുറം ഒരു തെളിവ് കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മൾ പിന്നെ അതിനെ തെളിയിക്കാൻ വേണ്ടി
നടക്കേണ്ടതില്ല. അതിനപ്പുറം വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഒരു മോശമായൊരു ഉദ്ദേശമുള്ളവരിൽ നിന്ന് വരുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ, അതിനകത്ത് ഒളിവ് വേണ്ട. എന്തുണ്ടോ യെസ് ആണ് യെസ്, നോ ആണെങ്കിൽ നോ, അതിനപ്പുറം ഒന്നും വേണ്ട എന്നുള്ളതാണ്. ഇതെല്ലാം ഓരോരോ പ്രിൻസിപ്പിൾസാണ്, നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓരോ പ്രിൻസിപ്പിൾസാണ്. ഇവിടെ പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കട്ടെ, ഇതിൽ കൂടുതൽ വേണ്ട, ഇതിൽ കൂടുതൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. യേശു പറഞ്ഞത് ഇതേ വാക്ക് യേശുവും പറയുന്നുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശു പറയുന്നത് നിങ്ങൾക്ക് ഇതിനപ്പുറമായി ഉവ് എന്നാണെങ്കിൽ ഉവ് എന്ന് പറയുക, അല്ലെങ്കിൽ അല്ല, അതിലപ്പുറമായിട്ട് വാക്കുകൾ. പലപ്പോഴും നമ്മളങ്ങനെ മാൻ പ്ലീസിങ് ആവാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് വിചാരിക്കാൽ അവരെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ പറയേണ്ടത് സ്ട്രൈറ്റ് ആയിട്ട് പറയുക, പറയേണ്ടത് മാത്രം പറയുക എന്നുള്ളതാണ്. ടെല്ലിങ് ദ ട്രൂത്ത്, സത്യം അതുപോലെ പറയുക. 11ാമത്തെ കാര്യം, ഫെയ്ത്ത് ഫിൽഡ് പ്രെയർ, അതായത് വിശ്വാസം നിറഞ്ഞ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. യാക്കോബ് ലേഖനം 5-ാം അധ്യായം 13 വായിക്കുമ്പോൾ കാണാൻ പറ്റും. പ്രെയർ എന്ന് പറയുന്നത് അത് ശക്തിയുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. പക്ഷെ അതിനകത്ത് വിശ്വാസത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 13ാം വാക്യം പറയുന്നുണ്ട്, പ്രേ വെൻ ഇൻ ട്രബിൾ, പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രേ വെൻ യു ആർ സിക്ക്, നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. പ്രേ ഫോർ ഓൺ അനദർ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രാർത്ഥിക്കുക, രോഗത്തിൻ്റെ അവസരം പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. അവിടെ വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്, ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏലിയാവ് നമുക്ക് തുല്യ മനുഷ്യനായിരുന്നിട്ടും, നമ്മെപ്പോലെ സ്വഭാവമുള്ള സ്വഭാവമുള്ള മനുഷ്യനായിരുന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ഫെർവന്റ് പ്രയർ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് എന്ന് പറയുക, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരിക്കലും മടുത്തു പോകാത്തൊരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക്, ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുകയും സ്വർഗത്തിലെ ദൈവം ആകാശമേഘങ്ങളെ അടയ്ക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് വീണ്ടും തുറക്കുകയും ചെയ്തതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെപ്പോലെ സ്വഭാവമുള്ളവനായിരുന്നു ഏലിയാവ്. പക്ഷേ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടും. അടുത്തിരിക്കുകയാണ്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അധികം ഫലിക്കും. സോ അതിനർത്ഥം ഫലിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അധികം ഫലിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഇനി ഫലിക്കാത്ത പ്രാർത്ഥന ഉണ്ടാവാം. കാരണം ഒരു റിലേഷൻഷിപ്പും ഇല്ലാതെ, ഒരു എന്താ പറയുക, ഫെയ്ത്തും ഇല്ലാതെ. ഇപ്പോൾ പലരും പറയാറുണ്ട്, ഈ പറഞ്ഞ പോലെ വെള്ളമില്ലാത്ത മേഘങ്ങളെന്ന് പറയും. അതായത് മേഘമെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ മഴമേഘങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളമുണ്ടെന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും പവർലെസ് ആകാനുള്ള കാരണം വിത്തൗട്ട് ഫെയ്ത്ത് ആണ്, വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയായതുകൊണ്ടാണ്. ഇവിടെ പറയുകയാണ്, പ്രാർത്ഥന വിശ്വാസത്തോട് കൂടിയതായിരിക്കണം, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് പഴയ നിയമത്തിൽ നിന്ന് ഏലിയാവിൻ്റെ ലൈഫിലുള്ള ഇൻസിഡൻറ്റിനെ യാക്കോബ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 12ാമത്തേത്, 12 11 12ാമത്തേത്, റിസ്റ്റോറിങ് അതേഴ്സ്, മറ്റുള്ളവരെ റിസ്റ്റോർ ചെയ്യുക, അതായത് പുനഃസ്ഥാപിക്കുക. കുടുംബത്തിൽ നിന്ന്, സഭയിൽ നിന്ന് പോയവരെ, സഭയിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയവർ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വന്നപ്പോൾ വിശ്വാസം ത്യജിച്ചവർ, അവരെ, അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രവൃത്തിയിൽ അടിമപ്പെട്ട് കർത്താവിൽ നിന്ന് അകന്നു പോയവർ, അവരെന്ത് ചെയ്യുക? റിസ്റ്റോർ ചെയ്യുക. അവരെ തിരികെ കൊണ്ടുവരിക, കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരിക. അവർ വിശ്വാസം നിന്ന് അകന്നു പോയെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരിക, സൗമ്യമായ ഭാഷയിൽ ഉപദേശിക്കുക, അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക, അവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓടിച്ചു പറഞ്ഞതാണ് ഈ ലേഖനത്തിലെ 12 കാര്യങ്ങളെന്ന് പറയും. ഈ 12 കാര്യത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ 1-2 കാര്യങ്ങൾ പറയാം. എല്ലാം വളരെ പ്രധാനമുള്ളതാണ്, എങ്കിലും കറക്ഷന് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണല്ലോ നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് തോന്നുക. അതാണ് ഒരു കാര്യം, നാവിനെ നിയന്ത്രിക്കുക. വളരെ മനോഹരം. നിങ്ങൾ വീട്ടിൽ പോയി ആ പാസേജ് വായിക്കണം. എനിക്ക് തോന്നുന്നു ആ 3-ാം അധ്യായത്തിൽ അടിവരയിട്ട് പറയുന്നത് നാവിനെ കുറിച്ചാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുക. 3-ാം അധ്യായത്തിൽ പറയുന്നത് നാവിനെ കുറിച്ച്. ഓക്കെ, നാവിനെ കുറിച്ചുള്ളത് വായിക്കുക. 2-ാമത്തെ കാര്യം, നമ്മുടെ വാക്കുകൾ. നാവിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന് പറയുകയാണ്. വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പൊസിഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്. എനിക്ക് പലപ്പോഴും അത് എന്നെ പരിശീലനം പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഞാൻ പലപ്പോഴും പലരോടും ദേഷ്യപ്പെടുമ്പോൾ ആക്ച്വലി ആ ദേഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹാർട്ട് പൊസിഷനാണ് സൂചിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്നില്ല, നമ്മുടെ ഹാർട്ട് പൊസിഷനാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് എവിടെയോ മുറിവ് പറ്റി, അതിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നത്? കുറ്റപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അവരെ
വളരെയധികം നമ്മൾ ഹാർഷായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. കാര്യം എന്താണ്? ഏറെ എന്തോ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ കാര്യത്തിലോ നമ്മുടെ ഹൃദയം മുറിവേറ്റിട്ടുണ്ട്. സോ ഹീലിംഗ് ആവശ്യം ഇവിടെയാണ്. ഞാൻ ഇവിടെ തൊട്ട് അറിയാൻ കാരണം ഞാൻ എന്നോടാണ് പറഞ്ഞത്. നിങ്ങളോട് ഓരോരുത്തരും ഞാൻ പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. ഞാൻ ഇന്ന് ഈ വചനം വായിക്കുമ്പോഴും ദൈവം എന്നോട് സംസാരിച്ച കാര്യം കൂടെയാണ്. പലപ്പോഴും ഞാൻ വളരെ വേഗത്തിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ആളാണ്. മറ്റുള്ളവരോട് ഞാൻ പെട്ടെന്ന് ചെയ്യും ആ കാര്യത്തെ കുറ്റപ്പെടുത്തി പറയുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോടിപ്പോഴും വീണ്ടും ഞാൻ നിങ്ങളോടും പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹാർട്ട് പൊസിഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ഹാർട്ടിനകത്ത് എവിടെയോ മുറിവേറ്റത് കാരണമാണ് നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഇനി നമ്മളോട് ഒരാൾ റിയാക്ട് ചെയ്യുമ്പോഴും മനസ്സിലായിക്കൊള്ളണം, അയാൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന റീസൺ അവിടുത്തെ എവിടെയോ മുറിവ് വീണിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും അവരോട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ മുറിവ് രണ്ടുപേർത്തും കൂടിക്കൊണ്ടിരിക്കും, പിന്നെ അത് വലിയ മുറിവായി മാറും. അപ്പോൾ ചെയ്യേണ്ടത്, ഒരു മുറിവ് പറ്റിയ ആൾ ഇങ്ങോട്ട് സംസാരിക്കും, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഹീലിംഗ് ബാമായിട്ട് മാറണം. നമ്മൾ ആ മുറിവിലൊരു മരുന്നായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ആ മുറിവ് കരിയത്തുള്ളൂ. എങ്കിലേ വീണ്ടും പഴയതുപോലെ റിലേഷൻ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഒത്തിരി പേര് ദൈവം എൻ്റെ ചുറ്റും എത്തിയതിന് കാരണം നമ്മൾ പറയുന്ന അതേ വേവ്ലെങ്തിലാണ് മറ്റുള്ളവരും റിയാക്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യില്ല? ഇത് ഒരിക്കലും മുറിവ് കരിയില്ല. സോ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ചെയ്യുന്ന നല്ല സ്വഭാവമാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമ്മളങ്ങനെ ചെയ്യാനേ പാടില്ല. നമ്മുടെ ഹാർട്ട് പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും മനോഹരമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നെങ്കിൽ അത് അയ്യോ അത് അപ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞു പോയാന്ന് പറയാൻ ഒരു എന്താ പറയുക കാര്യവുമില്ല എന്നുള്ളതാണ്, ഒരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഓതും ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ ഹാർട്ട് പൊസിഷനെ നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ റിയാക്ട് ചെയ്യുന്ന റീസൺ ഹാർട്ടിൻ്റെ എവിടെയോ ഒരു താളം തെറ്റിയിട്ടുണ്ട്. ഹാർട്ട് മീൻസ് ഈ ബമ്പിങ് ഹാർട്ടല്ല, നമ്മുടെ കംപ്ലീറ്റ് മനസ്സിലായിട്ടുള്ള മനസ്സിൻ്റെ പൊസിഷനാണ്. സോ അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം ഞാൻ പറയും. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ട് കാര്യം ചേർത്ത് പറഞ്ഞ കാര്യമാണ് വെൽത്ത്, സമ്പത്ത്. അത് നമുക്ക് എല്ലാവർക്കും ദൈവം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്നല്ലേ നാളെ ഓരോരുത്തരും സമ്പന്നരാണ്. ഈ ഭൗതികമായിട്ട് ദൈവം ബ്ലെസ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി ബ്ലെസ്ഡ് ആണ്. നമ്മൾ ഒത്തിരി സമ്പത്ത് ഹാൻഡിൽ ചെയ്യേണ്ടവരാണ്. സോ നമ്മൾ ഇപ്പോഴേ നമ്മുടെ ഹാർട്ട് പൊസിഷൻ അവിടെ കീപ്പ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? അറഗൻ്റ് ആവാൻ പാടില്ല. എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, എൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊണ്ട് സാധിക്കുമെന്നുള്ളത് മാറ്റി വെച്ചിട്ട് ത്രൂ ഹിം, അവനാൽ എനിക്ക് കഴിയും. അത് എന്താ പറയുക, അഹങ്കാരമല്ല, അത് ഡിപ്പെൻഡൻസാണ്. യാക്കോബ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിനെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുക. അതായത് പരീക്ഷിക്കപ്പെടുമ്പോൾ, ടെംപ്റ്റേഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. ചിലർ പറയും ദൈവം എന്നെ പരീക്ഷിക്കുക. അവിടെ വ്യക്തമായി യാക്കോബ് പറയാണ്, പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും ദൈവം പരീക്ഷിക്കുന്നു എന്ന് പറയരുത്. അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ദൈവം ദോഷങ്ങളാൽ നിങ്ങളെ പരീക്ഷിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാളുടെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഉള്ളത് തരാൻ പറ്റും. ദൈവത്തിൻ്റെ കയ്യിൽ ദോഷമില്ല. അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്. അപ്പോൾ നല്ല ദാനങ്ങളെല്ലാം വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ആ വെളിച്ചങ്ങളുടെ പിതാവ് ഒരിക്കലും ദോഷം കൊണ്ട് നമ്മൾ പരീക്ഷിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മോശം കാര്യങ്ങൾ വീണ് പോകുമ്പോൾ, തെറ്റുകളിലേക്ക് വീണ് പോകുമ്പോൾ ദൈവം എന്നെ ഈ ദോഷം കാര്യം വെച്ച് പരീക്ഷിച്ചാണെന്ന് ആരും പറയരുത്. പിന്നെയോ എങ്ങനെയാണ് നിങ്ങൾ ഈ പരീക്ഷിക്കപ്പെടുന്നത് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. സ്വന്തം മോഹം വെച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടാനുള്ള റീസൺ വ്യത്യസ്തമാണ്. എനിക്ക് ഉണ്ടാകുന്ന ടെംപ്റ്റേഷൻ അല്ല നിങ്ങൾക്കുണ്ടാവുക. ഓരോരുത്തരുടെയും മോഹം എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ടെംപ്റ്റേഷൻ. നിങ്ങൾ എന്ത് മോഹിക്കുന്നോ അതുപയോഗിച്ച് മാത്രമേ ശത്രുവിനെ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതാണ് പോയിന്റ്. അർത്ഥം, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, ഡിസയർ ചെയ്യുന്നുള്ളത് കാര്യമാണ്. പലരും പറയും ഞാൻ എൻ്റെ യേശുവിനെ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ലിക്കർ ഇഷ്ടമില്ലാത്ത ഒരാളെ ലിക്കർ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ടെംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പണത്തോട് ആർത്തിയില്ലാത്ത ഒരാളെ വെച്ച് ആളോട് നമുക്ക് കൈക്കൂലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ടെംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലസ്റ്റ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് ഇല്ലാത്തൊരു വ്യക്തിയെ നമുക്ക് ലസ്റ്റ് ഉപയോഗിച്ച് ഒരിക്കലും വീഴ്ത്താൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കൊരു മോഹം, ഒരു വീക്ക് പോയിന്റ് എന്താണോ അതാണ് നമ്മളെ ടെംപ്റ്റ് ചെയ്യാനായിട്ട് നയിക്കുന്ന ട്രിഗറിങ് പോയിന്റ്. ഇവിടെ പറയുകയാണ്, ഓരോരുത്തൻ അവനവൻ്റെ മോഹം ആണ് അതിലേക്ക് നയിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അതിനൊരു പ്രോസസ്സുണ്ട്, ഒറ്റയടിക്ക് സംഭവിക്കുകയല്ല. ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഞാനതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മോഹം എന്നുള്ളതല്ല തെറ്റ്, ആ മോഹം ഗർഭം ധരിക്കുമ്പോഴാണ് പാപം. അപ്പോൾ ഈ ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്, ഒരു ഗർഭധാരണ സമയമുണ്ട്. ഇതാണ് നമുക്കുള്ള ടൈം. അപ്പോൾ ഒരു
സംഭവം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, ഒരു അട്രാക്ഷൻ വരുമ്പോൾ, ഒരു ഡിസയർ വരുമ്പോൾ, ഒരു ആഗ്രഹം വരുമ്പോൾ, അത് മോശമായതാണെങ്കിൽ, ദൈവവചനത്തിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ, കർത്താവിൻ്റെ ഇഷ്ടത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതത്തിന് എതിരാണെന്ന് തോന്നിയാൽ നമുക്ക് 2 ഓപ്ഷനുണ്ട്. എയ്തർ ടു കിൽ, നമുക്കതിനെ കൊന്നുകളയാം. മറ്റൊന്ന്, നമുക്കതിനെ വളരാൻ അനുവദിക്കാം. അത് വളരണമെങ്കിൽ വെറുതെ വളരില്ല, വളരാനുള്ള അറ്റ്മോസ്ഫിയർ കൊടുത്താൽ മാത്രമേ വളരത്തുള്ളൂ. ശരിയല്ലേ? ഏതൊരു കുഞ്ഞും വളരണമെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ വേണമല്ലോ. അതുപോലെ തന്നെ ഈ മോഹം ഗർഭം ധരിച്ച് വളരാനും ഒരു അറ്റ്മോസ്ഫിയർ വേണം. അത് നമ്മുടെ തോട്ട്സാണ്. നമ്മൾ അതുമായി കണക്ട് ആയിട്ടുള്ള തോട്ട്സ് കൊടുത്ത് ഫീഡ് ചെയ്താലേ അത് വളരത്തുള്ളൂ. അത് വളർന്ന് വലുതായി അത് ഗർഭം ധരിച്ച് അത് പാപത്തെ പ്രസവിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ പ്രതീക്ഷിക്കാതെ ചെയ്തു പോയി. സത്യത്തിൽ പ്രതീക്ഷിക്കാതെ ചെയ്തു പോയതല്ല. കഴിഞ്ഞ നാളുകൾ നീ അതിന് പാലും തേനും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഫലമാണ് നമ്മുടെ ലൈഫിൽ വന്നത്. ചിലർ പറയും ആ ഒരു ചെറിയ മൊമെന്റിൽ അങ്ങ് ചെയ്തു പോയി. അല്ല, ഒരിക്കലും അല്ല. ആ ഇഷ്ടം നിൻ്റെ അകത്ത് എവിടെയോ ഒരിക്കൽ വീണു. ആ വിത്തിനെ നീ എപ്പോഴൊക്കെയോ ഇട്ട് പല കാഴ്ചകളിലൂടെ, പല തോട്ട്സിലൂടെ വളർത്തി. എപ്പോഴോ ഒരിക്കലായപ്പോൾ ആ പാമ്പും കുഞ്ഞ് വിരിഞ്ഞ് പുറത്തു പോകും. ഏതൊരു പാപം നമ്മുടെ ലൈഫിൽ പ്രസവിക്കണമെങ്കിലും, നമ്മുടെ ലൈഫിൽ അത് പ്രകടമാകണമെങ്കിലും, ഒന്നാമത്തെ കാര്യം അതിനൊരു ഗർഭധാരണ പീരീഡുണ്ട്. അതിനപ്പുറമായിട്ട് ഗർഭധാരണത്തിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുത്തു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ പാപം ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിനെ കട്ട് ചെയ്യുക. അതായത് ഒരു കോഴിക്കുഞ്ഞിൻ്റെ മുട്ട വിരിയുന്നതിന് പ്രത്യേകിച്ചൊരു ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചർ മാത്രമേ വിരിക്കത്തുള്ളൂ. അതുപോലെ പാപത്തിന് നമ്മുടെ ലൈഫിൽ ആക്ടിവേറ്റ് ആകാൻ, ആ ഗർഭം ധരിച്ച് പാപമാകുന്നതിന് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്ഥിരം നിങ്ങൾ ദൈവവചനം വായിക്കുന്ന സമയം അതൊരിക്കലും അതിനെ പറ്റിയ അറ്റ്മോസ്ഫിയർ അല്ല. ദൈവവചനം ചിന്തിക്കുന്ന സമയം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം, നിങ്ങൾ വർഷിപ്പിംഗ് ടൈം ഒരിക്കലും പറ്റിയ അറ്റ്മോസ്ഫിയറേ അല്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഭയങ്കര ചൂടുള്ളതാണ്. ഭയങ്കരമായ ചൂട്, ഹെവി ഫയറാണ്. ആ സമയത്ത് ഒരിക്കലും ഇതിന് വിരിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വളരാൻ പറ്റത്തില്ല. ഇതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഒറ്റയ്ക്കിരിക്കുന്ന സമയം. നിങ്ങൾ ഏകാന്തതയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഏകനാണെന്നുള്ള തോന്നലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവമായുള്ള ഫെലോഷിപ്പ് ചെയ്യാതെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി സമയമാണ് ബെസ്റ്റ് ടൈം. ദൈവം നമുക്ക് രാത്രിയും പകലും വെച്ചിട്ടുണ്ടല്ലേ. നോക്കിയാൽ അറിയാം, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളും നോക്കിയേ, അപ്പോൾ രാത്രി എന്താ ചെയ്യുന്നത്? സുഖമായിട്ട് ഉറങ്ങും അല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള കോഴിയായാലും ഉറങ്ങും, കിളികൾ ഉറങ്ങും ഇല്ലേ? മീനുകൾ പോലും ഉറങ്ങാറുണ്ട്. ഞാൻ ചിലപ്പോൾ രാത്രി ഫുഡിടാൻ പോകുമ്പോൾ മീനുകളൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ആളാണ് പലപ്പോഴും. എനിക്കൊന്ന് അവരും ഉറങ്ങും. അപ്പോൾ എല്ലാ ക്രിയേഷനും രാത്രിയിൽ ഉറങ്ങുകയും പകലിൽ വയ്ക്കുകയും ചെയ്യും. പക്ഷെ മനുഷ്യൻ മാത്രം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിന് ശേഷം രാത്രി ഉറക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് രാത്രി ഉറങ്ങാത്ത, ഇത് നല്ലൊരു ബ്രീഡിങ് ഗ്രൗണ്ടാണ്. ഈ ടൈം എന്ന് പറയണത് ഗർഭം ധരിക്കാൻ ബെസ്റ്റ് ടൈം, മീൻസ് പാപത്തിന് ഗർഭം ധരിക്കാനാണ്. അതായത് നമ്മുടെ ലൈഫിൽ വേണ്ടാത്ത ചിന്തകളെ ബ്രീഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. മനുഷ്യൻ ദൈവം വച്ചിരിക്കുന്ന റെസ്റ്റ് എടുക്കേണ്ട, സ്വർഗീയമായ സ്വപ്നങ്ങളെ കാണേണ്ട സമയത്തിന് മനുഷ്യൻ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ വേണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു ബ്രീഡിങ് ഗ്രൗണ്ടാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കുറേ ദിവസം സോഷ്യൽ മീഡിയയുമായി രാത്രി ഇരുന്ന് നോക്കിയേ, നിങ്ങൾ എത്ര വലിയ വിശ്വാസി എന്ന് പറയാം, എത്ര വലിയ പാസ്റ്റർ ഞാൻ അടിവരായിട്ട് പറയാം, നിങ്ങൾ വീണിരിക്കും. അതിന് കാരണം ഇറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുത്താൽ അവിടെ കുഞ്ഞ് വരും, അവിടെ പാപം ഗർഭം ധരിച്ചിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? അറ്റ്മോസ്ഫിയറിനെ കട്ട് ചെയ്യുക. അതിനാണ് ഗോഡ്ലി ഫെലോഷിപ്പ്, നല്ല നല്ല കൂട്ടായ്മകൾ വയ്ക്കുക, ദൈവികമായ പ്രിൻസിപ്പിൾസ് നടക്കുന്ന ആളുകളുമായി നല്ല കൂട്ടായ്മകൾ വയ്ക്കുക, ദൈവത്തിൻ്റെ വചനം വായിക്കുക, ഫെലോഷിപ്പ് ചെയ്യുക, എന്താ പറയുക, പ്രാർത്ഥിക്കുക. ഇങ്ങനെ ദൈവമായിട്ട് ഫെലോഷിപ്പ് ചെയ്യുക. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വേണ്ടാതെ ചിന്തിക്കുന്നത് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തരം ബ്രീഡിങ് ഗ്രൗണ്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പാപം ഗർഭം ധരിക്കുന്നത്, മോഹത്തിൻ്റെ അവസ്ഥയെ കട്ടായി പോകുന്നത് കാണാം. നമ്മളിൽ നിന്ന് വേണ്ടാത്ത ഡിസൈർസ് പോലും, വേണ്ടാത്ത ആഗ്രഹങ്ങൾ പോലും നഷ്ടമായി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ ടെംപ്റ്റേഷൻ സമയത്ത് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്ന് പുറത്തു വരാം, പാപം ഗർഭം ധരിക്കുന്ന പുറത്തു വരാൻ ചോദിച്ചാൽ സിമ്പിൾ വാഗറ്റ പറഞ്ഞാൽ മതി, അതിനുള്ള അറ്റ്മോസ്ഫിയറിനെ കട്ട് ചെയ്യുക. നമ്മൾ അതിനുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. ഏതൊരു കുഞ്ഞും അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ അതിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടണം അല്ലേ, അതിനുള്ള ഭക്ഷണ രീതി കിട്ടണം. പലപ്പോഴും നമ്മളെ ആ മോഹവുമായി കണക്ട് ചെയ്ത കാര്യങ്ങളെ നമ്മളിങ്ങനെ ചിന്തിച്ച് ഫീഡ് ചെയ്താൽ മാത്രമേ അത് ആരോഗ്യത്തോടെ അത് പുറത്തു വരത്തുള്ളൂ. നമ്മൾ ആ ചിന്തകളെയും കട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന 10-4 വാക്യം പറയുന്ന പോലെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട്, 2 കൊരിന്ത്യർ 10-4 വാക്യം പറയുന്നത്, ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് നമ്മുടെ എല്ലാ വേണ്ടാത്ത ചിന്തകളെയും, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞിട്ട്, ഏത് വിചാരത്തെയും നോക്കിയേ, ഏതൊരു തോട്ടിനെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി.
കണ്ടോ? അങ്ങനെ മാത്രമാണ് നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും. മുളയിലേ നുള്ളുക എന്ന് പറയും. അത്തരത്തിൽ മുന്നോട്ട് പോവുക. ഒരിക്കലും ദൈവത്തെ ബ്ലെയിം ചെയ്യരുത്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യരുത്. നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. സകലത്തെയും വാഴുവാൻ ദൈവം നമ്മളാക്കിയിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേലും എന്തിൻ്റെ മേലും നമ്മൾ വാഴ്ച നടത്തണം. ബാക്കിയെല്ലാം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ 12 കാര്യങ്ങൾ നിങ്ങൾ ഓടിച്ച് വീണ്ടും വീണ്ടും കേൾക്കുക. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ 5 ചാപ്റ്റർ വായിക്കാൻ എനിക്ക് തോന്നുന്നു അരമണിക്കൂർ പോലും വേണ്ടാന്ന് തോന്നുന്നു. ഈ 5 ചാപ്റ്റർ വായിച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഈ 5 ചാപ്റ്റർ വായിക്കുക. ഒത്തിരി വിസ്ഡം അതിനകത്തുണ്ട്. ഇതുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് മത്തായി 5 മുതൽ 7 വരെയും സദൃശവാക്യങ്ങൾ 1 മുതൽ 9 വരെയും. ഇതെല്ലാം ഇതിനകത്തുള്ള കാര്യങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നു യാക്കോബ് യേശുവിനോട് കൂടെ നടന്നപ്പോൾ യേശുവിൻ്റെ വായിൽ ഒത്തിരി പ്രാവശ്യം യേശു സദൃശവാക്യങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടിയുള്ള സംക്ഷിപ്ത രൂപമായിട്ടാണ് ഒരു ലെറ്ററായിട്ട് യാക്കോബ് രേഖപ്പെടുത്തിയത്. ഒരു ചുരുക്ക രൂപമാണ്. സോ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലും ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുമ്പോൾ കർത്താവിൽ നിന്ന് വീണ്ടും ജനിച്ച ദൈവ പൈതലായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലൈഫിനെ എങ്ങനെ മനോഹരമാക്കാം, ക്രിസ്തുവിനെ പോലെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന് പ്രാക്ടിക്കൽ സ്റ്റെപ്സാണ് ഈ യാക്കോബിൻ്റെ ലേഖനം. സോ വളരെ മനോഹരമായി ഈ അധ്യായത്തെ വീണ്ടും വീണ്ടും വായിക്കുക. പരിശുദ്ധാത്മ അധികമായി നിങ്ങളോട് സംസാരിക്കട്ടെ. കറക്റ്റ് ചെയ്യേണ്ട മേഖലകളെ ദൈവം വെളിപ്പെടുത്തട്ടെ. അത് കറക്റ്റ് ചെയ്യാൻ കഴിയട്ടെ. അത് മനോഹരമായിട്ട് കറക്റ്റ് ചെയ്യുക. ഏറ്റവും ഇന്ന് നമുക്ക് ഒരു പടി മാറാൻ പറ്റിയാൽ there is a success. അതിനകത്തൊരു എന്താ പറയുക, 1% മാറാൻ പറ്റിയാൽ 100 ദിവസം കൊണ്ട് നമ്മളെന്തായി? പെർഫെക്റ്റായി അല്ലേ? അപ്പോൾ സാധാരണ പറയും 1% അല്ല, ഈവൻ 0.01% ചേഞ്ച് ഈസ് ഐ ചേഞ്ച്. ഒരല്പം ചേഞ്ച് ആയാലും ചേഞ്ചാണ്. അപ്പോൾ തീരുമാനങ്ങളെ എടുക്കുക. ആ തീരുമാനം നമ്മുടെ ലൈഫിൻ്റെ ഡെസ്റ്റിനിയെ തന്നെ മാറ്റും. ഓക്കെ, സോ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. താങ്ക് യു ലോർഡ്. അപ്പോൾ ഈ ലേഖനത്തിലൂടെ, ഈ വചനത്തിലൂടെ അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. കഥാവ് ഞങ്ങൾ ഈ സംസാരിച്ച വചനങ്ങളെപ്പാ വെറുതെ കേട്ടവരായിട്ടല്ല അപ്പാ, അതിനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഞങ്ങളുടെ കഥാവ് ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലയിൽ കഥാവ് ഈ 12 കാര്യങ്ങൾ അപ്ലൈ ആകുന്നുണ്ടോ, അതിലെവിടെയൊക്കെ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെയും പരിശുദ്ധാത്മാവായി ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടെ ഒരു വെളിച്ചത്തെ നൽകിയാട്ടപ്പ. കഥാവെ താഴ്മയോടെ അതിനെ സ്വീകരിക്കാനുള്ള ഹൃദയവും ഞങ്ങൾക്ക് നൽകിയാട്ടപ്പ. അങ്ങ് ഞങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ അതിനെ നല്ലത് എന്ന് മനസ്സിലാക്കി, ഞങ്ങളുടെ നല്ലതിനായെന്ന് മനസ്സിലാക്കി അപ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള ഹൃദയത്തെ ഞങ്ങൾക്ക് നൽകിയാട്ടെ. താങ്ക് യു ഫാദർ. ഞങ്ങളെ കറക്റ്റ് ചെയ്തതിനായി നന്ദി അപ്പച്ച. ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. കേൾക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു. അവിടെ ലൈഫിനകത്ത് ഇതൊരു വലിയ ഷിഫ്റ്റ് കൊണ്ടുവരാൻ കാരണമായി തീരട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.